തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക്സ് ആണ് വരുന്നത്. ബേസിക് ടേംസ്, എന്താണ് തെർമോഡൈനാമിക്സ്, എന്താണ് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. എന്താണ് തെർമോഡൈനാമിക്സ്? ഡെഫിനിഷൻ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. തെർമോഡൈനാമിക്സിന് പല ഡെഫിനിഷൻ ഉണ്ട്. ഓരോ സയൻറ്റിസ്റ്റ് ഓരോ ഡെഫിനിഷനാണ് പറഞ്ഞത്, വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ ഇല്ല. തെർമോഡൈനാമിക്സ് ഈസ് ആൻ ആക്സിയോമാറ്റിക് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് റിലേഷൻസ് among heat and work and properties of system which are in equilibrium. ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും റിലേഷൻഷിപ്പും അതുപോലെ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിനെയും ഡീൽ ചെയ്യുന്ന സയൻസിനെയാണ് എന്ത് പറയുന്നത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നതെന്നാണ് ഒരു ഡെഫിനിഷൻ. അടുത്തത് എന്ന് പറയുന്നത് എന്താണ്? തെർമോഡൈനാമിക്സ് ഈസ് സയൻസ് ഓഫ് ദി റെഗുലേറ്ററി ഗവേണിംഗ് പ്രോസസ് ഓഫ് എനർജി കൺവേർഷൻ. എനർജി കൺവേർഷൻ്റെ പ്രോസസ്സിനെ ഗവേൺ ചെയ്യുന്ന സയൻസാണ് എന്ത്? തെർമോഡൈനാമിക്സ്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? തെർമോഡൈനാമിക്സ് ഈസ് ദി സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മെറ്റീരിയൽ സിസ്റ്റം. ഇപ്പോൾ എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ടൊരു ടേം കാണുന്നത് എനർജി എന്ന ടേം അല്ലേ. ഹീറ്റ്, വർക്ക് അല്ലെങ്കിൽ എനർജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻസ് ആണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ. അടുത്തെന്ന് പറയണമെങ്കിൽ സ്റ്റഡി ഓഫ് തെർമോഡൈനാമിക്സിൽ രണ്ട് തരത്തിലുള്ള അപ്രോച്ചാണ്. ഒന്നെന്ന് പറയണമെങ്കിൽ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, അതുപോലെ തന്നെ അടുത്തെന്ന് പറയണമെങ്കിൽ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. എന്താണ് മൈക്രോസ്കോപ്പിക്, എന്താണ് മൈക്രോസ്കോപ്പിക് എന്ന് നോക്കാം. Study of thermodynamics does not require a knowledge of the behavior of individual particles is called classical thermodynamics or macroscopic approach. It provides a direct and easy way to the solution of engineering problem. നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഉപ്പ് വെള്ളമുണ്ട്, സാധാ വെള്ളമല്ല, ഉപ്പ് വെള്ളം. നമുക്ക് എന്തറിയാം, ഈ ഉപ്പ് ഇതിനകത്ത് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയി ഡിവൈഡ് ചെയ്യാം അല്ലേ. വാട്ടർ മോളിക്യൂൾസും അതുപോലെ തന്നെ H2O ഉണ്ടാവും, NaCl ഉണ്ടാവും അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത സൊല്യൂഷനാണ് ഇതുള്ളത്. നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ മോളിക്യൂൾ ലെവലിൽ അനാലിസിസ്, ഓരോ മോളിക്യൂൾസിന് ഇത് ഓരോന്ന് മോളിക്യൂൾസിന് ഈ മോളിക്യൂൾ ലെവൽസിന് അനാലിസിസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തമായിട്ട് ഈ ഉപ്പുവെള്ളം എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് എടുക്കുന്നു. നമുക്കറിയാം എന്ത് ചെയ്യാം, മോളിക്യൂൾ ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കാം, ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആയിരിക്കില്ല ഇവിടെ ഉണ്ടായിരിക്കാം, കോൺസെൻട്രേഷൻ എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ കോൺസെൻട്രേഷൻ പറയുകയാണെന്ന് വിചാരിക്കും. എന്താണ്, പൊതുവെ മൊത്തമായിട്ട് ഇത് എടുത്ത് നോക്കുമ്പോൾ എന്താണ്, എല്ലായിടത്തും ഇവിടെ ഉപ്പിന് ഒരേ ടേസ്റ്റാണ്, ഇവിടെ ഉപ്പിന് ഒരേ ടേസ്റ്റാണ്, ഇവിടെ ഉപ്പിന് ഒരേ ടേസ്റ്റാണ്, എല്ലായിടത്തും ഒരേ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ പറയും ഇതൊരു കോൺസെൻട്രേഷൻ എല്ലായിടത്തും സെയിം ആണ് എന്ന് പറയും, സെയിം കോൺസെൻട്രേഷൻ ആണെന്ന് പറയും. അതാണ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് അപ്രോച്ച് അഥവാ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ഈ സിസ്റ്റത്തിനെ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യാം ആസ് എ ഹോൾ, അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാതെ. എന്താ പറഞ്ഞല്ലേ, സ്റ്റഡി ഓഫ് തെർമോഡൈനാമിക്സ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ നോളജ് ഓഫ് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ അതായത് H2Oയും NaClനെയും ഓരോരോ മോളിക്യൂളായിട്ട് എടുക്കാതെ മൊത്തമായിട്ട് ഹോളായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് അഥവാ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ എടുത്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യും. ഈ ഉപ്പോളത്തിന് പകരം നമ്മൾ ഒരു ഗ്യാസ് എടുത്തെന്ന് വിചാരിക്കും, ഇവിടെ ഒരു ഓക്സിജൻ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ കണ്ടെയ്നറിലെ പ്രഷർ എങ്ങനെ മനസ്സിലാക്കുക, ഓരോ O2 ആറ്റവും ഈ ബൗണ്ടറീസിൽ നൽകുന്ന
വന്ന് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലേ ഇതിന്റെ പ്രഷർ നമ്മൾ പറയുന്നത്. നമ്മൾ മൊത്തമായിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ആവറേജ് ആയിട്ട് പ്രഷർ മെഷർ ചെയ്യും. പക്ഷേ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ എന്ത് ചെയ്യും, ഓരോ മോളിക്യൂളും കൊടുക്കുന്ന പ്രഷർ എത്രയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അപ്പോൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് പറഞ്ഞെങ്കിൽ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസിനെ സ്റ്റഡി ചെയ്യുന്നതാണ് പറയുന്നത്. ക്ലാസിക്കൽ അപ്രോച്ച് പറയണമെങ്കിൽ മൊത്തമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് ആസ് എ ഹോൾ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ട് അതിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് പറയുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ എന്താണ്, നമുക്ക് മൊത്തമായിട്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടിയാൽ മതി. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആവശ്യമില്ല. നമുക്ക് ഒരു ഏരിയയിൽ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് കിട്ടിയാൽ മതി. പക്ഷെ നേരെ മറിച്ച് മൈക്രോസ്കോപ്പിലോട്ട് വരുമ്പോൾ സംഭവിക്കും, നമുക്ക് ഓരോ പാർട്ടിക്കിൾസിന്റെ ഇപ്പം ഇവിടെ പ്രഷർ നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിക്കിൾസും കൊടുക്കുന്ന പ്രഷർ എത്രയും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ടോട്ടലായിട്ട് പ്രഷറിന്റെ ആവറേജ് എടുത്തിട്ട് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ നേരെ ഇവിടുന്ന് നേരെ പ്രഷർ മെഷർ ചെയ്തിട്ട് അതാണ് മൊത്തമായിട്ടുള്ള ഇതിന് മൈക്രോസ്കോപ്പിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഇവിടുന്ന് ഒരു പ്രഷർ മെഷർ ചെയ്യുന്നു. ആ പ്രഷർ തന്നെയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. കൂടുതലും തെർമോഡൈനാമിക്സിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം അതാണ് എളുപ്പവും നമ്മുടെ സാധാരണ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള മെത്തേഡും. നമ്മൾ സാധാരണ തെർമോഡൈനാമിക്സിൽ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്, ഈ കോഴ്സിൽ പഠിക്കുന്നത്. അടുത്ത് കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം. കണ്ടിന്യൂം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് that are widely spaced in the gas phase. Yet, it is very convenient to disregard the atomic nature of substances and view it as a continuous, homogeneous matter with no holes that is continuum. നമ്മൾ നേരത്തെ എടുത്തതെ ഒരു ബീക്കറിൽ, ക്ലോസ്ഡ് ബീക്കറിൽ കുറേ ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരു ഗ്യാസ്, ഓക്സിജനോ നൈട്രജനോ ഏതെങ്കിലും ഒരു ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് എന്തറിയാം, ഈ ഗ്യാസ് സൈസിലാകുമ്പോൾ ഇത് ഓരോ മോളിക്യൂൾ ആണെങ്കിൽ ഈ ഓരോ മോളിക്യൂളും തമ്മിൽ എന്താണ് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അല്ല, നമുക്കറിയാം ഈ ഗ്യാസിന് ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം മൊത്തമായിട്ട് ഒരു ഹോമോജീനിയസ് മാറ്റർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഹോമോജീനിയസ് സിസ്റ്റം മൊത്തമായിട്ട് ഒരു ഹോമോജീനിയസ് മാറ്റർ ആണ്, അത് കണ്ടിന്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. കണ്ടിന്യൂം ഐഡിയലൈസേഷൻ, ഇനി എന്തിനാണ് ഈ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? കണ്ടിന്യൂം ഐഡിയലൈസേഷൻ allow us to treat properties as point function and to assume the properties vary continuously in space with no jump discontinuously. So ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയും. അതുപോലെ പോയിന്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്, അതും പറയും. നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയാം. അപ്പം ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ്, ടെമ്പറേച്ചർ പോലുള്ള സാധനങ്ങളൊക്കെ എന്താണ് കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാം. അതായത് ഈ ഹോമോജീനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബൗണ്ടറി, അതായത് ഈ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ എന്താണ് ടെമ്പറേച്ചർ ഇപ്പോൾ കണ്ടിന്യൂസ് ആണ്, ദർ ഈസ് നോ ജമ്പ്. അതായത് ഇപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ പ്രോപ്പർട്ടിക്ക് ഒരു ജമ്പ് ഉണ്ടാവും. പക്ഷേ ഹോമോജീനിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ കണ്ടിന്യൂസ് ആണ് വേരി ചെയ്യുന്നത്, അതുപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യും. അവിടെ അതിൻ്റെ ഇടയിൽ നോ ജമ്പ്, അതിൻ്റെ ഇടയിൽ പെട്ടെന്നുള്ള സഡൻ ഇൻക്രീസ്, സഡൻ ഡിക്രീസ് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The idealization is valid as long as the size of the system will deal with is large relative to space between the molecules. നമുക്ക് എന്തറിയാം, മോളിക്യൂൾസിന് ഇടയിലുള്ള
ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ചെറുതാണ് അല്ലേ. പക്ഷെ ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഇതുപോലത്തെ ഒരു വലിയ സിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു ബീക്കറാണ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു ബീക്കർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതാണ് നമ്മുടെ സിസ്റ്റം. എന്താണ് സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബീക്കർ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, നെഗ്ലജിബിൾ ആണ്. അങ്ങനെയാകുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ഫണ്ടിനെ നമുക്ക് വാലിഡ് ആണ്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്, ചെറിയ 2 മോളിക്യൂൾ മാത്രമുള്ള സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ഫണ്ടിനും ഫെയിൽ ആവും. കാരണം എന്താണ്, ആ സ്ഥലത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡിസ്റ്റൻസ് വളരെ കൗണ്ടബിൾ ആണ്. അതാണ് കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റം എന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് സിസ്റ്റം എന്ന് നോക്കാം. സിസ്റ്റംസ് ആൻഡ് കൺട്രോൾ വോളിയംസ്. എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ റീജിയൻ ഇൻ സ്പേസ് ചൂസൺ ഫോർ സ്റ്റഡി. സിമ്പിളാണ്. നമ്മൾ സ്റ്റഡി എന്ന് പറഞ്ഞെങ്കിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം, നമ്മൾ സെലക്ട് ചെയ്യണ ഒരു ഏരിയ, ഒരു സ്പേസ്, അതിനെയാണ് എന്ത് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടത് നമ്മൾ ഈ പിങ്ക് കളറുള്ള ഇത്രയും സ്ഥലമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുന്നത്, സ്റ്റഡി, സ്പേസ് ചൂസൺ ഫോർ സ്റ്റഡി, അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ദി മാസ് ഓർ റീജിയൻ ഔട്ട്സൈഡ് സിസ്റ്റം ഈസ് കാൾഡ് സറൗണ്ടിങ്. സിസ്റ്റത്തിന് പുറത്തുള്ള, നമ്മൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു, അതിന് പുറത്തുള്ള ഭാഗമാണ് സറൗണ്ടിങ്. ഈ സിസ്റ്റം നമ്മൾ പഠിച്ചു, പിന്നെ സറൗണ്ടിങ്. സിസ്റ്റം സറൗണ്ടിങ് കൂടി കൂടിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യൂണിവേഴ്സ്. സിസ്റ്റം സറൗണ്ടിങ് കൂടി കൂടിച്ചേർന്നാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്ങും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സംഭവമല്ലേ, അതിന് നമ്മൾ എന്ത് പറയും, ബൗണ്ടറി എന്ന് പറയും. റിയൽ ഓർ ഇമാജിനറി സർഫേസ് ദാറ്റ് സെപ്പറേറ്റ് ദി സിസ്റ്റം ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ് ഇസ് കോൾഡ് ബൗണ്ടറി. റിയലോ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള സർഫേസ് എന്താണ്, വിച്ച് ഈസ് സെപ്പറേറ്റിംഗ് ദി സിസ്റ്റം ഫ്രം ബൗണ്ടറി. സിസ്റ്റം ഫ്രം ബൗണ്ടറി ഈസ് നോൺ as സിസ്റ്റം ഫ്രം സറൗണ്ടിങ് ഈസ് നോൺ as ബൗണ്ടറി. ഓക്കെ, അപ്പോൾ ഈ 3 ടേംസ് പഠിച്ചു, സിസ്റ്റം, സറൗണ്ടിങ്, അതുപോലെ തന്നെ ബൗണ്ടറി. അടുത്ത ഈ സിസ്റ്റത്തിന് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3. ഒന്ന് പറഞ്ഞ് ഓപ്പൺ സിസ്റ്റം, നെക്സ്റ്റ് ഈസ് ക്ലോസ്ഡ് സിസ്റ്റം, അടുത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഈ 3 എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റം. ഡെഫിനിഷൻ എന്താണ്, എ ക്ലോസ്ഡ് സിസ്റ്റം. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ മാസ് എന്ന് പറയും. കൺസിസ്റ്റ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മാസ് ആൻഡ് നോ മാസ് can cross the boundary. That is, no mass can enter or leave a closed system. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താണ്, മാസിന് എൻ്റർ ചെയ്യാനോ അഥവാ പുറത്തു പോകാനോ സാധിക്കില്ല. പക്ഷെ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കും, ബട്ട് എനർജി in the form of heat or work can cross the boundary. എനർജിക്ക് വരാൻ പറ്റും, എനർജിക്ക് ബൗണ്ടറി ക്രോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി വോളിയം ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഡസ് നോട്ട് ഹാവ് ടു ബി ഫിക്സ്ഡ്. എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, മാസിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എനർജിക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, മാസിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മാസിന് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത മാസ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കൺട്രോൾ മാസ് എന്ന് പറയുന്നത്.
എം ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, പക്ഷെ വോളിയം കോൺസ്റ്റന്റ് ആണ് എന്ന് ഒരിക്കലും പറയുന്നില്ല കേട്ടോ. വോളിയം വേണമെങ്കിൽ വേരി ചെയ്യാം. പ്രോസസ്സിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എൻജിൻ പിസ്റ്റൺ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം അവിടെ ഹീറ്റ് വർക്ക് മാസൊക്കെ എൻ്റർ ആവുന്നുണ്ട്. പക്ഷേ അവിടെ മാസം എൻ്റർ ആവുന്നുണ്ട്, പക്ഷേ മാസം എൻ്റർ ചെയ്യാത്ത എന്തും എന്താണ് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണ് എന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് സിസ്റ്റം അതുപോലെ തന്നെയാണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? മാസിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് ഓർ വർക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷെ ഐസൊലേറ്റഡ് സിസ്റ്റം പറയുന്നതാണ് മാസിനും എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ എനർജിക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. A isolated system consists of a fixed amount of mass and no mass and energy can cross the boundary. No mass and energy can cross its boundary. That is, no mass and energy can enter or leave a isolated system. അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ സിസ്റ്റം ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു മൂന്നായിട്ടാണ് തിരഞ്ഞിട്ടില്ല. നമ്മൾ ക്ലോസർ എന്താന്ന് പറഞ്ഞു, ഐസൊലേറ്റഡ് എന്താന്ന് പറഞ്ഞു, അടുത്തത് ഓപ്പൺ. ഈ ഓപ്പണിനെയാണ് നമ്മൾ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. എന്താണ് കൺട്രോൾ വോളിയം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പൺ സിസ്റ്റം ആണ് കൺട്രോൾ വോളിയം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ പ്രോപ്പർലി സെലക്ടഡ് റീജിയൻ ഇൻ സ്പേസ്. സ്പേസിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ആണ്. ഏരിയ, സ്പേസിലൊരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് നമ്മുടെ സെലക്ട് ചെയ്ത ഏരിയ സിസ്റ്റമായി, ബാക്കിയുള്ളത് സറൗണ്ടിങ് ആയി, ഈ സാധനം ബൗണ്ടറി ആയി. അപ്പോൾ എവിടെയും നമുക്ക് സെലക്ട് ചെയ്യാനും അങ്ങനെ ഓപ്പൺ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കും. ഓപ്പൺ ഏരിയ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ, സ്പേസിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു റീജിയനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓപ്പൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? അങ്ങോട്ട് പേര് പോലെ തന്നെ എന്താണ്? എനർജിക്കും അതുപോലെ തന്നെ മാസിനും പ്രവേശനമുണ്ട്. അതായത് നോർമലി എനർജി മാസും കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കും, സിസ്റ്റത്തിലോട്ട് വന്നുകൊണ്ടിരിക്കും. ബോത്ത് മാസ് ആൻഡ് എനർജി ക്യാൻ ക്രോസ് ദി ബൗണ്ടറി ഓഫ് എൻ ഓപ്പൺ സിസ്റ്റം. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിസ്റ്റൺ, ആ പിസ്റ്റണിലോട്ട് ഇതിലൂടെ മാസ് വരുന്നു, ഇവിടെ മൂവിങ് ബൗണ്ടറി ആണ്, ജസ്റ്റ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്ത ഏരിയ ഇല്ലേ, ഒരു സ്പേസിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്ത ഏരിയ, അതിനെയാണ് നമ്മൾ കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ആ ഏരിയയാണ് കൺട്രോൾ വോളിയം. സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുത്ത ഏരിയത്തിനാണ് നമ്മൾ കൺട്രോൾ വോളിയം അഥവാ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ കൺട്രോൾ വോളിയം എന്ന് കേൾക്കും. അത് നമ്മൾ തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് വരുന്ന മിക്കവാറും കൺട്രോൾ വോളിയംസ് ആയിരിക്കും. നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിൽ ഒരു ആ സിസ്റ്റത്തിനെ പറ്റി പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി ഇപ്പം ഒരു പിസ്റ്റൺ, ഇതുപോലെ പിസ്റ്റണിൽ മൂവ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ പിസ്റ്റണിന്റെ നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കൺട്രോൾ വോളിയം സെലക്ട് ചെയ്യും. ആ പിസ്റ്റണിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത റീജിയനാണ് എന്ത് പറയുന്നത്? കൺട്രോൾ വോളിയം എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഓപ്പൺ സിസ്റ്റം പഠിച്ചു, ക്ലോസ്ഡ് സിസ്റ്റം പഠിച്ചു, അതുപോലെ തന്നെ ഓപ്പൺ, ക്ലോസ്ഡ്, അതുപോലെ തന്നെ ഐസൊലേറ്റഡും പഠിച്ചു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചേ? ഫസ്റ്റ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ
തെർമോഡൈനാമിക്സ് എന്താന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം പഠിച്ചു. അതുപോലെ എന്താണ് സിസ്റ്റം എന്താണ്, ബൗണ്ടറി എന്താണ് യൂണിവേഴ്സ്, ആ സാധനങ്ങളൊക്കെ പഠിച്ചു. സിസ്റ്റത്തിന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു. ആ ഡിവൈഡ് ചെയ്താണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം. ആ 3 എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു. പിന്നെ മൈക്രോസ്കോപ്പിക് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്താണെന്ന് പഠിച്ചു. ഇത്രയും വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇന്നത്തെ സംഭവങ്ങൾ. നിങ്ങൾക്ക് ഒരു വർക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെബ്സൈറ്റിലോ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുക അപ്ലിക്കേഷൻ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നതിന് ഒരു 5 എക്സാമ്പിൾ കണ്ടുപിടിക്കട്ടോ.